63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ കിരീടം ചൂടി. 1 പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാട് 2ാം സ്ഥാനത്തെത്തി. നടന്മാരായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളായ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി വിജയികൾക്ക് സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. 5 നാൾ നീണ്ട കലാമത്സരം, 249 ഇനങ്ങൾ, 15,000-ഓളം മത്സരാർത്ഥികൾ. അനന്തപുരിയിൽ കലയുടെ ഉത്സവത്തിന് കൊടിയിറങ്ങിയപ്പോൾ 1008 പോയിന്റുമായി സ്വർണ്ണ കിരീടം സ്വന്തമാക്കിയത് തൃശൂർ. പാലക്കാടുമായുള്ള കടുത്ത മത്സരത്തിനിടെ തൃശൂർ കലാകിരീടത്തിൽ മുത്തമിട്ടത് 1 പോയിന്റിന്റെ മികവിൽ. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് സ്വർണ്ണക്കപ്പ് തൃശൂരിലെത്തുന്നത്. കേരള സ്കൂൾ കലോത്സവം 2024-25 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. അറബിക് കലോത്സവത്തിൽ കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകൾ 1ാം സ്ഥാനം പങ്കിട്ടു. സംസ്കൃതോത്സവത്തിൽ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾ 1ാം സ്ഥാനം പങ്കുവച്ചു. 1ാം സ്ഥാനം 3 ജില്ലകൾക്കാണ്. 95 പോയിന്റുമായി പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ 12ാം തവണയും ഓവറോൾ കിരീടം നേടി. പാലക്കാട് ആലത്തൂർ BHS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 171 പോയിന്റ്സ്. നടന്മാരായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളായി. ഇത്രയും 15,000-ഓളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, കലാരംഗത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ്. ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന എൻ്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സത്യത്തിൽ 4-5 ദിവസം ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വയസ്സിൻ്റെയെങ്കിലും പ്രായം എനിക്ക് കുറഞ്ഞെന്നാണ്. കഴിഞ്ഞ വർഷത്തെ കലോത്സവ മാധ്യമ അവാർഡുകളിലെ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസിലെ ഷാജു ചന്തപുരയ്ക്ക് സമ്മാനിച്ചു. ശ്രീ ഷാജു KV, മാതൃഭൂമി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.